ആനന്ദ് പറയും. ആനന്ദ്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഈ മൊറാലിറ്റിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്. അത് റിലീജിയൻ ഒന്നും അതിനെ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ സൊസൈറ്റിനെ തീരെ ഹെൽപ്പ് ചെയ്യുന്നില്ല മൊറാലിറ്റീനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിന് അത് ഫോളോ ചെയ്യിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒക്കെ. പക്ഷെ ഈ ഹോപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ഒരു കൈൻഡ് ഓഫ് എ പ്ലസിബോ എഫക്ട് കൊടുക്കുന്നില്ലേ? റിലീജിയൻ കൊടുക്കുന്ന ഒരു ഹോപ്പ് ആൾക്കാരെ സർവൈവലിന് ഒരുപാട് എയ്ഡ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നില്ലേ? സർവൈവലിന് എയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ പല ആളുകൾക്കും പല സിറ്റുവേഷനിലും റിലീജിയൻ കൊടുക്കുന്ന ഹോപ്പ് ഒരു സൈക്കോളജിക്കൽ ആശ്വാസം ആവാറുണ്ട്. പക്ഷേ ആ സൈക്കോളജിക്കൽ ആശ്വാസം ആവേണ്ട ആ പ്രശ്നം അവരിൽ ക്രിയേറ്റ് ചെയ്തതും ഇതേ വിശ്വാസം തന്നെയാണ്. കാര്യം ദൈവവിശ്വാസം എന്നൊരു സാധനം ആദ്യമേ കുത്തിക്കയറ്റപ്പെട്ടത് കൊണ്ടാണല്ലോ ഒരു ദൈവത്തെ വിളിച്ച് ആശ്വസിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു യുക്തിവാദിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിരീശ്വരവാദിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറഞ്ഞ ഒരാളില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ വിളിച്ചത് കൊണ്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ വിളിക്കേണ്ട ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആശ്വാസത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കേണ്ട ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തുന്നില്ല. അതുകൊണ്ട് അതിന്റെ നെറ്റ് ഇഫക്റ്റ് 0 തന്നെയാണ്. അങ്ങനെ ആ ഒരു സൈക്കോളജിക്കൽ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ അതുകൊണ്ട് മെഡിസിന്റെ വാല്യൂ പോലും ഇല്ലേ? ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ വിശ്വാസത്തിൽ അകപ്പെട്ടത് കൊണ്ടല്ലേ ആ പ്രശ്നം അവൻ നേരിട്ടത്. ആ വിശ്വാസത്തിൽ എൻ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ആവുന്നുണ്ടോന്ന് ചോദിച്ചാൽ ആശ്വാസം ആവുന്നുണ്ട്. പക്ഷെ ആ ആശ്വാസം ആവണമെങ്കിൽ ആദ്യം ആ വിശ്വാസത്തിൽ എൻ്റർ ചെയ്യണ്ടേ. വിശ്വാസത്തിൽ എൻ്റർ ചെയ്ത ആൾക്കാണ് ആ വിശ്വാസം അനുസരിച്ചുള്ള പ്ലാസിബോ എഫക്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശ്വാസം എന്ന് പറയുന്നത് എന്ത് സാധനമാണെങ്കിലും കിട്ടണുള്ളൂ, അല്ലാത്തൊരാൾക്ക് കിട്ടൂല. ഞാനിപ്പോ പറയാണ്, ഞാൻ ഒരു ദൈവം ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കാം. പക്ഷെ ഞാൻ അള്ളാഹുവെ രക്ഷിക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടുമോ? എവിടെ കിട്ടാൻ? ശരിയല്ലേ വരെ യുവയെ? രക്ഷിക്കണേന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പ്രേ ചെയ്യുക എന്നുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു സെൻസ് ഓഫ് ഹയർ ബീയിങ് അല്ലെങ്കിൽ ഓൾ പവർഫുൾ ഓൾ മൈറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അപ്പോ ഹി മൈറ്റ് വർക്ക് ഇൻ മൈ ഫേവർ ഇൻ ഫ്യൂച്ചർ ഓർ ലേറ്റർ എന്നുള്ളൊരു ഹോപ്പ് ഐഡിയില്ല. അത് ഉണ്ട് എന്നുള്ളതല്ല, അത് ഉണ്ട് എന്നുള്ളതല്ല എന്റെ പോയിന്റ്. അങ്ങനെ ഉണ്ട് എന്ന് ഒരു എന്റെ കുട്ടി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. എന്റെ മകൾ ഒരു ഇമാജിനറി ഫ്രണ്ടിന്റെ കൂടെ കളിക്കുമ്പോ അവൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. മീൻസ് അങ്ങനെ ഒരു ഡോളിനെ അതൊരു വിശ്വസിക്കുന്നോണ്ടല്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസം ഒരാളുടെ ലോൺലിനെസ്സിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ ഡെസ്പെയറിനെ ഓവർകം ചെയ്യാനോ ഡിപ്രഷനെ ഓവർകം ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലസിബോ കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അല്ല, എനിക്ക് കിട്ടില്ലെന്നാ പറഞ്ഞത്. എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന ആളും കിട്ടില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ആ വിശ്വാസത്തിൽ എൻ്റർ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാസിബോ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അതിനാദ്യം അതിലേക്ക് എൻ്റർ ചെയ്യണ്ടേ. അതിലേക്ക് എൻ്റർ ചെയ്യാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ദൈവം എന്നുള്ള ഒരു നീഡ്, ഒരു സൈക്കോളജിക്കൽ നീഡ്, അത് ആരുണ്ടാക്കിയതാണ്? അത് ഈ ദൈവവിശ്വാസികൾ തന്നെ ഉണ്ടാക്കിയാണ്, അല്ലെങ്കിൽ ഈ ദൈവവിശ്വാസം തന്നെ ഉണ്ടാക്കിയതാണ്. ആ വിശ്വാസം തന്നെ ഉണ്ടാക്കിയ ഒരു ആവശ്യത്തെ പരിഹരിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുന്നില്ല. പിന്നെ ആ വിശ്വാസം ഇല്ലാതിരുന്നുള്ള ഒരുപാട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇടി വെട്ടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റു ആളുകളുടെ പുസ്തകം എന്താ പറയണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് വെട്ടിച്ചിട്ട് അത് കൊല്ലും, ആളുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം എന്നായിരുന്നു ഒരു ശരാശരി മുസ്ലിമിന്റെ വിശ്വാസം. അതിൽ വിശ്വസിച്ച മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? ഖുറാനിലുണ്ട്, ഈ ഇടി മിന്നണ സമയത്ത് ഓതന്റെ ദിക്ർ ഖുറാനിലുണ്ട്, സുബ്ഹാനല്ലദി യുസബ്ബിഹു വബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി. ഈ മുസ്ലിങ്ങൾ അവരെ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് അതും ചൊല്ലി കുത്തിരിക്കും. പക്ഷെ അതിൽ വിശ്വസിക്കാത്ത മനുഷ്യൻ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് ഇതൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്, ഈ ഡിസ്ചാർജിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാം, അതിനെ കണ്ടക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും റൂട്ടിലൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് കണ്ടെത്തി. എന്തുകൊണ്ടാണ് നമുക്ക് ആ കണ്ടുപിടുത്തം ഉണ്ടാവാൻ സാധിച്ചത്? അവിടെ പോയിട്ട് പള്ളിയിൽ പോയി ഇരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ മൂലയിൽ ഇരുന്ന് ഈ സാധനം ചൊല്ലി കുത്തിരിക്കാതെ അവിടെ മനുഷ്യന് ആവശ്യമുള്ള പണിയെടുക്കാൻ വേണ്ടി ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചില്ലേ? അതുപോലെ അസുഖം എന്ന് പറഞ്ഞാല് ഇത് ഏതാണ്ട് എല്ലാ മതത്തിലും ഒന്ന് തന്നെയായിരുന്നു വിശ്വാസം. അസുഖം എന്ന് പറഞ്ഞാല് അത് ദൈവം തരുന്നതാണ്, ദൈവത്തിന്റെ പരീക്ഷണാണ്. ഇപ്പം വസൂരിക്കൊക്കെ വേറെ എന്തോ ഒരു പേരുണ്ടായിരുന്നു, മാരിയ
മാരിയമ്മൻ ആയിരുന്നു അത്ര എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഹിന്ദു മതക്കാർക്ക് വസൂരി കൊടുത്തോണ്ടിരുന്ന ദൈവം. പിന്നെ വേറൊരു കഥ ഉണ്ടല്ലോ വസൂരിന്റെ, ഏതോ ഒരു ദേവീന്റെ ഇത് വെച്ചിട്ട് തുടങ്ങുന്ന, ഞാൻ മറന്നുപോയി. എന്തോ വാരി എറിഞ്ഞതോ അങ്ങനത്തെ ഒരു കഥയല്ലേ? എന്തോ വാരി പറഞ്ഞ ഏതോ ഒരു ചെങ്ങാന്റെ വിയർപ്പോ അങ്ങനെ എന്തോ ഒരു സാധനം, എന്തോ ആട്ടെ, എന്തോ മണ്ടൻ കഥ. അപ്പൊ ആ കഥയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വസൂരിക്ക് എന്താ ചെയ്യണ്ടേ? അവിടെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം. പക്ഷെ ആ കഥയിൽ വിശ്വസിക്കാത്ത മനുഷ്യർ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി, അത് വരാതിരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങൾ നടത്തിയിട്ട് ആ ത്രെട്ടിനെ, വസൂരി എന്ന് പറഞ്ഞ ആ ത്രെട്ടിനെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കിയില്ലേ? അത് ഈ കഥകളിൽ വിശ്വസിച്ചിരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ ആ ബെനിഫിറ്റ് ഉണ്ടായത്. അങ്ങനെ ഈ ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കാൻ സാധിക്കണോ അത്രത്തോളം ബെനിഫിറ്റേ മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത്രയും വലിയ ബെനിഫിറ്റിന്റെ മുന്നിലാണോ, ഇത്രയും വലിയ ബെനിഫിറ്റിന്റെ മുന്നിലാണോ നിങ്ങൾ ഈ ഏതെങ്കിലും ആൾക്കാരെ പ്ലാസിബോം കൊണ്ടുവരുന്നത്? അല്ല, ഞാൻ ഈ സ്റ്റോറീസിന്റെയോ അല്ലെങ്കിൽ ഈ ബിലീഫ്സിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ അടുത്ത് സയന്റിഫിക് ആയിട്ട് ഒരു ഡോക്ടർ പറയാണ് ഈ പ്രോഗ്രഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പോവാനുള്ള സാധ്യത ഇങ്ങനെ വിത്തിൻ 3 to 6 months ആണ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ പേഷ്യന്റ് ഒരു മിറക്കിളിന് വേണ്ടി ഹോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുന്ന പല സിറ്റുവേഷൻസിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെയോ സംഭവിച്ചു. അത് ബൈ ചാൻസ് ആയിരിക്കും, ബൈ പ്രോബബിലിറ്റി ആയിരിക്കും. പക്ഷെ എന്തായാലും അങ്ങനെ സംഭവിച്ച് റിക്കവർ ആവുന്നതിന് ഞാൻ ജസ്റ്റ് റിസർച്ച് ചെയ്തപ്പോ അതിനൊരു എഫക്ട് ഉള്ളത് പോലെ തോന്നി. അപ്പൊ നമ്മൾ വീണ്ടും ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ചാത്തലും വിശ്വസിക്കാത്ത ആളായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. മൂപ്പർക്ക് ALS, അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, അതുണ്ടായ സമയത്ത് മൂപ്പർക്ക് എത്രയാന്ന് ലൈഫ് പറഞ്ഞത്? മൂപ്പർ ഈ പറഞ്ഞ ഒരു ചാത്തലും വിശ്വസിക്കാതെ തന്നെ നിന്ന മനുഷ്യനായിരുന്നു. പിന്നീട് എന്തോ കാരണത്താൽ മൂപ്പര് ആ അസുഖത്തിന് സക്കം ചെയ്തില്ല, പുള്ളിക്കാരൻ ജീവിച്ചു. ഈ ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറിയില്ലേ സ്റ്റീഫൻ ഹോക്കിംഗ് ആ വീൽ ചെയറിൽ? മനസ്സിലായി. താങ്ക് യു. സോറി. അല്ല, നമ്മള് അത് ആ സാധനം തന്നെ റിപ്പീറ്റ് ഈ ഒരു സാധനം ഇതിപ്പോ ഓൾറെഡി നമ്മൾ ഒരു ആവശ്യമില്ലാത്ത ഒരു വടി എടുത്തിട്ട്, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്, നമ്മൾക്ക് ആവശ്യമില്ല ആ വടി. ശരിക്കും നമുക്ക് ആവശ്യമുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളൊരു ഏതെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതേപോലെ അതാണ്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ച ഒരു ആൾക്ക് ഇതേപോലെ ഡോക്ടർമാരുടെ ഒക്കെ പ്രതീക്ഷനെ മറികടന്നിട്ട് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മിറക്കിളായിട്ട് കാണും, അതിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അതേസമയം അതിലൊന്നും വിശ്വസിക്കാത്ത സാധാരണ മനുഷ്യന്മാരുടെ, അല്ലെങ്കിൽ ഈ ദൈവത്തിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മിറക്കിൾ അല്ല, അത് അൺഎക്സ്പെക്ടഡ് ഇൻസിഡൻസ് ആണ്. അത്രയും ഇൻസിഡൻസിനെ അതിനെ ആരും കാണില്ല, അതിനെ മിറക്കിളായിട്ട് കൊട്ടിഘോഷിക്കില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. ഇങ്ങനെയാണ് ഈ ദൈവത്തിന് ആളുകൾ വിൽക്കുന്നത് പോലും. ഇങ്ങനെ ദൈവത്തിനെ വിൽക്കാൻ വേണ്ടി നടന്ന ഏതോ ആളുകളുടെ എന്തോ കഥകൾ കേട്ടിട്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു. ശരിക്കും ദി അതർവൈസ് ഡാറ്റ, എത്തിസ്റ്റുകളുടെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ ഡാറ്റ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാനോ അതിനെ പ്രചരിപ്പിക്കാനോ ആളില്ല. ഓക്കെ, താങ്ക് യു.